ഹായ് മിസ്റ്റർ മലയാളി ടെക്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ടാറ്റ ടിയാഗോൻ്റെ ഹാർമോൺ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു റേഡിയോ ചാനൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ സൗണ്ട് കുറയ്ക്കാനോ കൂട്ടാനോ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വളരെ അരോചകമാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പാനലൊന്ന് അഴിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ടച്ചിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതുപോലെ ഇനി അത് സാധിച്ചില്ലെങ്കിൽ തന്നെ എൻ്റെ ഇതിൻ്റെ ഒരു സ്പെയർ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ഫ്രണ്ടിലെ പാനൽ മാത്രം റീപ്ലേസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. യെസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്ന 4 സ്ക്രൂകളാണ് നമുക്ക് അഴിക്കാനുള്ളത്. സെൻറ്ററിൽ വരുന്ന 2 സ്ക്രൂകൾ ആമ്പിൻ്റെ സ്ക്രൂ ആണ്, അത് അഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പാനൽ മാത്രമാണ് അഴിക്കേണ്ടത്. ഞാൻ പക്ഷേ എല്ലാം അഴിക്കുന്നുണ്ട്. ഇതൊരൊറ്റ യൂണിറ്റാണ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കേബിൾ കട്ടായതുകൊണ്ട് ടച്ച് വർക്ക് ചെയ്യാത്തതാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ആക്ച്വലി ഇതിൻ്റെ ബോർഡിലുള്ള കംപ്ലയിൻറ്റ് തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ ആകെ 2 കണക്ടർ വഴിയാണ് ഇതിലേക്ക് വരുന്ന എല്ലാ കണക്ഷൻസും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്ഷനിൽ ലൂസ് കോണ്ടാക്റ്റ് ഒന്നും അല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് മാറ്റി വെച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ വർക്കിംഗ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ OLX നിന്ന് വാങ്ങിച്ചതാണ്. OLX ഒരാൾ സ്റ്റീരിയോ മാറ്റി കഴിഞ്ഞപ്പോൾ എടുത്തു വെച്ചിരുന്നത് OLX ഇട്ടു, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഞാനിതൊന്ന് കണക്ട് ചെയ്യട്ടെ. എൻ്റെ കയ്യിൽ ക്യാമറ പിടിക്കാൻ മറ്റൊരാളില്ല, അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ട് വീഡിയോ ബാക്കിയെടുക്കാം. യെസ്, അപ്പോൾ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ പ്രശ്നമായിരുന്നു, അതിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, അത് എവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കണം. കാരണം ബോർഡിലെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതേ തരത്തിൽ വർക്ക് ചെയ്യുമെന്നൊന്നും അറിയില്ല. ശരിയായി കിട്ടുമെന്നുള്ളത് സംശയമാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് വീണ്ടും സെറ്റ് ചെയ്യട്ടെ കേട്ടോ. യെസ്, അപ്പോൾ സ്ക്രൂകളെല്ലാം ടൈറ്റ് ചെയ്ത് നല്ല ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കവർ പാനലും കൂടി ഒന്ന് വെച്ച് നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. യെസ്, അപ്പോൾ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അത് ഓഫ് ചെയ്യാൻ നേരത്തൊരു ഡും എന്നൊരു ശബ്ദം കേട്ടിട്ടുണ്ടാവും. അത് ഇതിൽ അണ്ടർ സീറ്റ് സബ് വൂഫർ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കാം, വേണ്ടവരതൊന്ന് കണ്ടോളൂ. അപ്പോൾ ഇതിനിപ്പോൾ സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. യെസ്, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.